ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ പാസ്ത റെസിപ്പിയാണ്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു 400 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, കുരുമുളക് പൊടി 2 ടീസ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഞാനിതിലേക്ക് 2.5 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ ഇവിടെ തിളച്ച് വരാനായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 500 ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇത് വീറ്റിൻ്റെതാണ്, വീറ്റ് ആൻഡ് സെമലീനയുടേത്. പാസ്ത വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഓവർ കുക്ക്ഡ് ആവാറുണ്ട് നോക്കണം. കാരണം ഇത് വൈറ്റ് സോസിലും കൂടി ഇട്ടിട്ട് കുറച്ച് വേവേണ്ടതാണ്. അപ്പോൾ ഇതൊരു 3/4 കുറച്ചധികം ഒരു 85% വെന്താലും മതി. ഇനി ഇതൊന്ന് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണും വേണമെന്നില്ല, കാരണം നമ്മൾ മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു 7-8 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി കട്ട് ചെയ്തതാണിത്. ഇവിടെ ഞാൻ 50 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി അധികം ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇത്ര സ്പൈസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി ചെറുതല്ലാണ്ട് കട്ട് ചെയ്തെടുത്തതാണിത്. സവാള ഒന്നും ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി എന്ന് തോന്നുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കളറ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോണ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ പാസ്തക്കൊക്കെ ഏറ്റവും നല്ല കോമ്പിനേഷൻ മഷ്റൂമാണ്. മഷ്റൂം ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് കുറേ സമയത്ത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഒരു 2-3 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്താൽ മതി. വെജിറ്റബിൾസൊക്കെ ഏകദേശം ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാനിവിടെ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 50 ഗ്രാം ബട്ടർ ഉണ്ട്. ഈ 50 ഗ്രാം ബട്ടറിൽ തന്നെയാണ് ഞാൻ നേരത്തെ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ബട്ടർ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബാണിത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര സ്പൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാം. ഇവിടെ ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും കുറച്ച് സ്പൈസ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്ര സ്പൈസ് ഇടുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് ഇടാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിക്കായി വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. വൈറ്റ് സോസ് ഇപ്പോൾ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പാസ്ത കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. ഇനി ഇതൊന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പാസ്ത സോസിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിത് നേരത്തെ കുറച്ച് മസാല ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിന്, അത് ഇതിൻ്റെ മേലയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കുമ്പോൾ. പ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തു നോക്കുക, നല്ലോണം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.